ശബരിമലയിലെ കാര്യം വളരെ ലളിതമായിരുന്നില്ലേ? എന്താ അത്? അവിടെ ഋതുമതികളായ സ്ത്രീകൾക്ക് അയിത്തമുണ്ടെന്നായി പറഞ്ഞത്. അയിത്തം ഭരണഘടനാ വിരുദ്ധാണ്. എന്താ പറഞ്ഞത്? ഋതുമതികളായ സ്ത്രീകൾ ആർത്തവരക്തം നിന്നാ മാത്രമേ അവർ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. അപ്പോ അതിനെതിരായിട്ട് സുപ്രീം കോടതി വിധി കൊണ്ടുവന്നു. അത് നടപ്പായില്ല. ഞാൻ വേറെ ഒരു കാര്യം പറയാം. അതിന്റെയും 2 കൊല്ലം മുമ്പ്, ഇത് 2018 എന്റെ ഓർമ്മ ശരിയാണ്, 2016 ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. സുപ്രീം കോടതി അല്ലട്ടോ, ബോംബെ ഹൈക്കോടതി. മഹാരാഷ്ട്രയിൽ എന്താണ്? അവിടെ ശനിദേവന്റെ ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല, അത് വിവേചനമാണ് എന്നൊരു പരാതി വന്നു. കോടതി പറഞ്ഞത് വിവേചനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, പ്രവേശനം കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രവേശനം കൊടുത്തു. 3 മാസം കഴിഞ്ഞപ്പോ ബോംബെയിലെ പ്രസിദ്ധമായ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രം ഹാജി അലി ദർഗ, അവിടെയും നിങ്ങൾ പ്രവേശനമില്ല. അവിടെയും പരാതി കൊടുത്തു. കോടതി പറഞ്ഞു കൊടുക്കണം, അവിടെയും കൊടുത്തു. ഈ കൊടുക്കുമ്പം അവിടുത്തെ മുഖ്യമന്ത്രി ആരാന്നറിയാം? ഫട്നാവിസ് ആണ്. ഫട്നാവിസ് ആരാ? BJP നേതാവ്. അദ്ദേഹത്തിന്റെ അലൈ ആരാണ്? ശിവസേനയാണ്. ശിവസേനയും BJPയും ഭരിക്കുമ്പോ ബോംബെ ഹൈക്കോടതിയുടെ വിധി അവിടെ നടപ്പായി. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി നടപ്പായില്ല. എന്ത് പറ്റി? അത് വന്നപ്പോ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP കാല് മാറി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാല് മാറി. 2 മാസം കഴിഞ്ഞപ്പോൾ CPM കാല് മാറി. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു വാക്യതാണ്, ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. ചിരിക്കാൻ എവിടെ പോണോ? ആചാര ലംഘനമാണ് നവോത്ഥാനം എന്നുള്ള ഏത് കൊച്ചുകുട്ടിക്കും തിരിയുന്ന ഒരു സംഗതി ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരോടും തിരിച്ചിട്ട് കേട്ടോ. ഗാന്ധി പറയാണ്, ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും ഏത് നഗരത്തിലും ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് നടന്നു പോകാവുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ. ഏത് കേരളീയന് ധൈര്യമുണ്ട് ഇങ്ങനെ കേരളത്തിൽ ഒരു ഗ്രാമമുണ്ട്, ഒരു നഗരമുണ്ട് എന്ന് പറയാൻ? ഈ അവശസ്ഥിതിക്കെതിരായിട്ട്, ഈ അധസ്ഥിതിക്കെതിരായിട്ട് ഉള്ള പോരാട്ടത്തെയാണ് രാഷ്ട്രീയം എന്ന് വാസ്തവത്തിൽ പറയാം. അല്ലാതെ ഇലക്ഷന് മത്സരിക്കലും ജയിക്കലും തോൽക്കലും കാശുണ്ടാക്കലും വെട്ടിക്കലും ഒന്നല്ല. അഴിമതി കാണിക്കാത്ത, കൊള്ളരായ്മ കാണിക്കാത്ത നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലുണ്ട്, കാണിക്കുന്നവരെല്ലാ പാർട്ടിയിലുണ്ട്. കഷ്ടം എന്ന് വെച്ചാൽ എല്ലാ പാർട്ടിയിലും ഈ വാങ്ങുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിപ്പോ ഒരു സാധാരണ കാര്യമായി, അതൊരു വാർത്തയല്ലാതായി. അപ്പോ ഞാൻ പറയുന്നത്, VS കാണിച്ച ഒരു സംഗതി, അദ്ദേഹം ഈ വോട്ട് ബാങ്കുകൾ പേടിച്ചില്ല എന്നുള്ളത്. ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ഇലക്ഷൻ തൊട്ട് മുമ്പ് 2006 നളന്തയിലൊരു മീറ്റിംഗിൽ അദ്ദേഹം എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീ പീഡകന്മാരെ കയ്യാമം വെച്ച് റോട്ടിലൂടെ നടത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കൈയടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അങ്ങനെ പറയാനൊരാളുണ്ട്. കൈ നടത്തിച്ചു. കാരണം ഇവിടെ ഏതൊക്കെ തരം അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവുക തന്നെയില്ല. ആരാണ് നമ്മുടെ നേതാവ്, ആരാണ് നമ്മുടെ മിത്രം, ആരാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ അങ്ങനെ കലുഷമായിരിക്കുക. പ്രത്യയശാസ്ത്രം എന്ന് ഒരു പഴയ വാക്കാണ്, രീതിശാസ്ത്രം എന്നുള്ളതും പഴയ വാക്കാണ്, മെത്തഡോളജി, മറ്റേത് ഐഡിയോളജി. എന്ത് ഐഡിയോളജിയാണ്? ഇപ്പോ അയ്യപ്പണിക്കർ ഒരു കവിതയുണ്ട്, ഇണ്ടനമ്മാവൻ പറഞ്ഞത്, ഇണ്ടനമ്മാവൻ വലങ്കാലിലെ ചളി ഇടങ്കാൽ കൊണ്ട് തുടച്ചതും, ഇടങ്കാലിലെ ചളി വലങ്കാൽ കൊണ്ട് തുടച്ചതും, പിന്നെ വലങ്കാലിലെ ചളി ഇടങ്കാൽ കൊണ്ട് തുടച്ചതും. അത് നിൽക്കുന്നില്ല. പണിക്കര് വ്യക്തിപരമായിട്ട് ഒരു ദിവസം സംസാരിച്ചു, ആ കവിതയുടെ ഹെഡിങ് കാരശ്ശേരി വിചാരിച്ചല്ല, എന്താ അത് അങ്കിൾ ഇന്ത്യൻ എന്നാണ്, ഇണ്ടനമ്മാവൻ എന്നാണ് എന്റെ ഹെഡിങ്ങിൽ വെച്ചത്. ഇതാണ് നമ്മൾ വലങ്കാലിലെ ചളി ഇടങ്കാല് കൊണ്ടും, ഇടങ്കാലിലെ ചളി വലങ്കാല് കൊണ്ടും തുടച്ച് ഈ ചളി അവിടെ തന്നെ ഉണ്ട്.